السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട SKSSF മീഡിയ ഗ്രൂപ്പിലെ നല്ലവരായ സഹോദരങ്ങളെ, വിഭവസമൃദ്ധമായ മതവിജ്ഞാന സദസ്സുകളും സംഘടനാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച് SKSSF മീഡിയ ഗ്രൂപ്പ് ഒന്നിൽ തികയാതെ ഇന്ന് 7 വരെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാവട്ടെ. ഒരുപാട് വലിയ വലിയ ഉസ്താദുമാർ നമ്മുടെ ഈ ഗ്രൂപ്പുകളെ നമുക്ക് വേണ്ടുന്ന അറിവുകൾ തന്നുകൊണ്ട് ധന്യമാക്കുകയാണ്. അല്ലാഹു തആല ഉസ്താദുമാർക്കൊക്കെയും അർഹമായ പ്രതിഫലം ഈ ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചെറിയ ഒരു കാര്യം അഥവാ വലിയ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സലാമിനെ കുറിച്ച് വളരെ ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണെന്ന് നമുക്ക് നിരവധി ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ പരസ്പരം സ്നേഹമുണ്ടാകും എന്ന് പറഞ്ഞു. സഹാബാക്കൾ പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അത് നബിയെ പറഞ്ഞു തരണം. അവർ ആകാംക്ഷയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ തമ്മിൽ സലാം പ്രചരിപ്പിക്കുക എന്ന്. സലാമിനെ കുറിച്ച് നമ്മുടെ ഗ്രൂപ്പുകൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന വിഷയം നിസ്കാരത്തിലെ സലാം വീട്ടലിനെ കുറിച്ചാണ്. നാം നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉണ്ട്. ഒരുപക്ഷെ പലർക്കും അതിനെപ്പറ്റിയുള്ള ശരിയായ ഒരു ധാരണ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ ഞാൻ പ്രത്യേകമായി എടുത്തത്. നിസ്കാരത്തിൻ്റെ 13ാമത്തെ ഫർളാണല്ലോ സലാം വീട്ടുക, ഒന്നാം സലാം വീട്ടുക എന്നുള്ളത്. നിസ്കാരത്തിനാകെ 14 ഫർളുകളുണ്ട്. അതിൽ 14ാമത്തെ ഫർളാണ് 13ാമത്തെ ഫർളാണ് ഒന്നാം സലാം വീട്ടുക എന്നുള്ളത്. എങ്ങനെയാണ്, എത്രയാണ്, എന്താണ് അതിലെ ലഫ്ളുകൾ എന്നതിനെക്കുറിച്ച് ഒരല്പം പറയാം. അസ്സലാമു അലൈക്കും എന്നാണ് ഏറ്റവും ചുരുങ്ങിയ സലാം. അങ്ങനെ പറഞ്ഞ് സലാം വീട്ടിയാൽ സലാം എന്ന ഫർള് നാം വീട്ടിയവരായി. എന്നാൽ വറഹ്മത്തുള്ളാ എന്നും കൂടി പറയുന്നുണ്ടല്ലോ നാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നുണ്ടോ? അത് വറഹ്മത്തുള്ളാ എന്ന് പറയൽ അത് സുന്നത്താണ്. നിർബന്ധമായി ചെയ്യേണ്ട കാര്യം അസ്സലാമു അലൈക്കും എന്നാണ്. അത് ഒന്നാം സലാം വീട്ടലാണ് ഫർള്. ഇനി രണ്ടാമത്തെ സലാം വീട്ടലോ? രണ്ടാമത്തെ സലാം വീട്ടലും സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് രണ്ടാം സലാം വീട്ടൽ സുന്നത്താണ്. ഇനി ഇമാമ് ഒന്നാം സലാം വീട്ടി രണ്ടാം സലാം വീട്ടിയില്ല എങ്കിൽ പോലും മഅ്മൂമിങ്ങൾക്ക് രണ്ടാമത്തെ സലാം വീട്ടൽ സുന്നത്തുണ്ട് എന്ന് ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ സലാമിനെ കുറിച്ച് മറ്റ് പല കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി
രണ്ടാം സലാം വീട്ടൽ സുന്നത്തില്ലാത്ത അല്ലെങ്കിൽ ഹറാമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നിസ്കാരത്തിൽ ഒന്നാം സലാമിൻ്റെ ശേഷം നാം ഒന്നാമത്തെ സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിൻ്റെ ശേഷം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടായി. ഒന്നോ വുളൂ മുറിഞ്ഞു, അല്ലെങ്കിൽ ജുമാ നിസ്കാരം ആണെങ്കിൽ ജുമാ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു ഒന്നാം സലാം വീട്ടലോടുകൂടി, അല്ലെങ്കിൽ ഔറത്തൊന്നും മറക്കാൻ വസ്ത്രമില്ലാത്ത ഒരാൾ കിട്ടിയിട്ടില്ല, നിസ്കാരത്തിൻ്റെ സമയം ആവുകയും ചെയ്തു, അത് കഴിഞ്ഞു കടക്കാറുമായി കിട്ടിയുമില്ല എങ്കിൽ അവൻ നഗ്നനായി നിസ്കരിക്കണമെന്നാണെന്നല്ലോ. അങ്ങനെ നഗ്നനായി നിസ്കരിക്കുന്ന ഒരാൾ ഒന്നാം സലാമിൻ്റെ ശേഷം ഔറത്ത് മറക്കുന്ന എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ടായാൽ അവിടെ രണ്ടാം സലാം വീട്ടൽ ഹറാമാണ് എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ. നാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നിസ്കാരക്കാരെ കണ്ടിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാറുണ്ടല്ലോ ചില ആളുകൾ. എന്നാൽ ഒരഭിപ്രായം അനുസരിച്ച് വബറകാതുഹു എന്ന് പറയലും സുന്നത്തുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിലാണ് വബറകാതുഹു കൂട്ടേണ്ടതാണെങ്കിലും ചില അഭിപ്രായം അനുസരിച്ച് വബറകാതുഹു എന്നും പറയാറുണ്ട്. അപ്പം അത് തെറ്റല്ല എന്നർത്ഥമാണ്. ഇനി സലാം വീട്ടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖം തിരിക്കുക. ഒന്നാം സലാം കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ വലഭാഗത്തേക്ക് നാം തിരിക്കണം. രണ്ടാം സലാം കൊണ്ട് ഇടഭാഗത്തേക്കും തിരിക്കണം. അതുപോലെ വളരെ നിങ്ങളൊരു പക്ഷേ കേട്ട് കാണില്ല, അങ്ങനെയുള്ളൊരു മസാല കൂടി നമുക്ക് അറിയാനുണ്ട്. സലാം വീട്ടുമ്പോൾ ഈ സലാം ആർക്കാണ്? നമ്മൾ 2 സലാം വീട്ടാറുണ്ട്. ഇത് ആർക്കാണ്? അവിടെ സലാം വീട്ടുമ്പോൾ മുമ്പിലുള്ളവർ പിന്നിലുള്ളവരെ കരുതൽ സുന്നത്താണ്. ഈ സലാം പിന്നിലുള്ളവർക്ക് എന്ന്. അതുപോലെ ഇമാമാണെങ്കിൽ മഅ്മൂമീങ്ങളെ കരുതണം സലാം കൊണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം ഇമാമിനെ പറ്റി തന്നെ നമുക്ക് പറയാം. ഒന്നാം സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഇമാം തൻ്റെ പിന്നിലുള്ള വലഭാഗത്തുള്ളവരെ കരുതണം. ഇമാം രണ്ടാം സലാം വീട്ടുമ്പോൾ ഇമാമിൻ്റെ ഇടഭാഗത്തുള്ളവരെയും കരുതണം. ആരാണ് ഈ ഇടവും വലമുള്ളത്? അത് മഅ്മൂമീങ്ങൾ, അതുപോലെ മലക്കുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ, അതായത് ബലഭാഗത്തുള്ളവരുടെ മേൽ അല്ലെങ്കിൽ ഇടഭാഗത്തുള്ളവരുടെ മേൽ എന്ന് കരുതൽ എന്താണ്? സുന്നത്താണ്, പ്രത്യേകമായതൊരു സുന്നത്താണ്. ഒറ്റവെത്തിരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ, കാരണം അവിടെ മലക്കുകൾ ഉണ്ടാകും. എന്നാൽ ഇമാമിൻ്റെ നേരെ പിന്നിലുള്ളവരോ, ഇപ്പം ഞാൻ പറഞ്ഞു ഒന്നാം സലാം കൊണ്ട് വലഭാഗം കരുതണം, രണ്ടാം ഭാഗം കൊണ്ട് സലാം കൊണ്ട് ഇടഭാഗവും കരുതണം, ഇടഭാഗത്തുള്ളവരെയും കരുതണം. എന്നാൽ ഇമാമിൻ്റെ നേരെ പിന്നിലുള്ളവരെ കരുതിയില്ലല്ലോ. എന്നാൽ അത് ഒന്നാം സലാം കൊണ്ട് സലാം വീട്ടുമ്പോൾ വലഭാഗത്തുള്ളവരെയും നേരെ പിന്നിലുള്ളവരെയും കരുതുക, അല്ലെങ്കിൽ രണ്ടാം സലാം വീട്ടുമ്പോൾ ഇടഭാഗത്തുള്ളവരെയും നേരെ പിന്നിലുള്ളവരെയും കരുതുക. എന്നാൽ ഒന്നാം സലാം വീട്ടുമ്പോൾ നേരെ പിന്നിലുള്ളവരെ കരുതലാണ് പിന്നെ നല്ലത്. ഇതുപോലെ തന്നെയാണ് മഅ്മൂമിങ്ങൾ, പിന്നിലുള്ള മഅ്മൂമിങ്ങൾ, അവരും സലാമിനെ കരുതുമ്പോൾ ഇമാം സലാം പറഞ്ഞതിനെ മടക്കലിനെ കരുതണം. അതുപോലെ മഅ്മൂമിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം മടക്കുന്നു എന്ന് കരുതണം. അവിടെ കുറച്ച് മസാലകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഅ്മൂമിങ്ങൾ സലാം വീട്ടുമ്പോൾ ഇമാമിൻ്റെ വലഭാഗത്തുള്ള മഅ്മൂമിങ്ങൾ അവർ രണ്ടാം സലാം വീട്ടുമ്പോൾ ഇമാമിൻ്റെ സലാമിനെ മടക്കൽ കരുതണം. അതുപോലെ തന്നെ ഇമാമിൻ്റെ ഇടഭാഗത്തുള്ളവർ ഒന്നാം സലാം വീട്ടുമ്പോൾ
ഇമാമിൻ്റെ സലാമിനെ മടക്കലിനെ കരുതണം. അതുപോലെ മഅ്മൂമിങ്ങൾ പരസ്പരം സലാം മടക്കലിനെ കരുതൽ സുന്നത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കലിനെ കരുതുക, സലാം മടക്കലിനെ കരുതുക. ഇത് പ്രത്യേകമായ സുന്നത്താണ്. അതുപോലെ തന്നെ സലാം വീട്ടുമ്പോൾ സലാമിൻ്റെ പദങ്ങളെ കുറേ നീട്ടാതെ ചേർത്ത് പറയൽ സുന്നത്താണ്. കുറേ നീട്ടണ്ട, അതുപോലെ ചേർത്ത് പറയൽ സുന്നത്താണ്. അതുപോലെ സലാം വീട്ടാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മുഖം ഖിബ്ലക്ക് അഭിമുഖമായിക്കൊണ്ട് തുടങ്ങുക. അപ്പോൾ സലാം വീട്ടാൻ അസ്സലാമു അലൈക്കും എന്ന് സലാം തുടങ്ങുമ്പോഴേ അവൻ്റെ മുഖം ഖിബ്ലക്ക് മുന്നിട്ടനാണല്ലോ ഉള്ളത്, അപ്പോൾ തുടങ്ങണം. എന്നിട്ടോ ആ മുഖം ബലഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എത്ര തിരിയണം എന്ന് നാം മനസ്സിലാക്കണം. പിന്നിലുള്ളവർ നമ്മുടെ കവിളിനെ കാണണമെങ്കിൽ എത്ര തിരിയണം? കവിള് കാണിക്കൽ സുന്നത്തൊന്നല്ല, കാണണമെങ്കിൽ എത്ര തിരിയണം അത്രയാണ് തിരിയേണ്ടത്. എന്നാൽ ആ പരിധിവരെ തിരിയുമ്പോൾ സലാം വീട്ടൽ അവസാനിക്കുകയും വേണം. അതാണ് സുന്നത്ത്. അപ്പോൾ ഖിബ്ലക്ക് മുന്നിട്ട് തന്നെ തുടക്കം കുറിച്ചിട്ട് അവൻ അവസാനിക്കുമ്പോൾ സലാമും അവസാനിക്കണം. അതാണ് സുന്നത്ത്. ഇങ്ങനെ മറ്റൊന്ന് പ്രത്യേകമായി ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സലാമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഒരു സംശയമാണ് അല്ലേ? സാധാരണ സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകാം. ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഒന്നാം സലാം വീട്ടി, രണ്ടാം സലാം വീട്ടുമ്പോൾ മഅ്മൂം ഒന്നാം സലാം വീട്ടി. ഇങ്ങനെ സാധാരണ കാണലുണ്ട്. എപ്പോഴാണ് മഅ്മൂം സലാം വീട്ടേണ്ടത്? വിഷയകമായി നാം ശ്രദ്ധിക്കണം. അവിടെ ഇമാമിൻ്റെ 2 സലാമിൻ്റെ ശേഷവുമാണ് മഅ്മൂം സലാം വീട്ടേണ്ടത്. അതാണ് സുന്നത്ത്. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സലാമിനെ കുറിച്ച് നാം നിസ്കാരത്തിലെ സലാം വീട്ടലിനെ കുറിച്ച് പ്രത്യേകമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൽ കഴിവിൻ്റെ പരമാവധി ഓരോ കാര്യം ചെയ്യുമ്പോഴും അറിവോടുകൂടി വിവരത്തോടുകൂടി ചെയ്യാൻ നമുക്കെല്ലാവർക്കും അവൻ നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് സമ്പാദിക്കുന്ന വിഭാഗത്തിൽ നാം എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങുമിങ്ങും പിന്നെ നന്മക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാനും ദുആ ചെയ്യുന്നുണ്ട്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്.